അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഹെയ്സൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ ബോർ ആറ്റം മോഡൽ പറഞ്ഞപ്പോൾ അതിന് ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. ബോർ ആറ്റം മോഡലിന് ഹെയ്സൻബർഗിന്റെ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിള് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു. എന്താണ് ആ പ്രിൻസിപ്പിൾ എന്നാണ് നമ്മുടെ അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഹെയ്സൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ ആണ് ടോപ്പിക്. ഹെയ്സൻബർഗ് എന്ന ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആണ് ഈ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ആദ്യം അത് എഴുതിയിട്ട് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് ഇംപോസിബിൾ to measure the exact position and momentum of a moving particle simultaneously. അപ്പോൾ എന്താ നോക്കാം. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു മെഷർ ദി എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ സൈമൾട്ടേനിയസ്ലി. ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ മൊമെന്റവും അതുപോലെ തന്നെ പൊസിഷനും ഒരുമിച്ച് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ആര് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു, ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഇലക്ട്രോൺസ് കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്യാണ്. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ മൊമെന്റം നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ പൊസിഷനിൽ നമ്മൾ കണ്ടുപിടിച്ചതിൽ ചെറിയൊരു എറർ ഉണ്ടാവും. കാരണം നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന്റെ പൊസിഷൻ മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പൊസിഷൻ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഒരേ സമയം സൈമൾട്ടേനിയസ്ലി എന്നുള്ള വാക്കിന്റെ അർത്ഥം അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം നമുക്ക് ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമെന്റവും, മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം എന്ന് പറയുന്നത്. പി എന്ന ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിന്റെ, ഒരു മൂവിംഗ് ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ മൂവിംഗ് പാർട്ടിക്കിളിന്റെ മൊമെന്റവും പൊസിഷനും ഒരുമിച്ച് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് അപ്പോൾ തെറ്റായിരിക്കും. മൊമെന്റം കറക്റ്റ് ആണെങ്കിൽ അതിന്റെ പൊസിഷൻ തെറ്റായിരിക്കും. പൊസിഷനാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചതെന്നുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റം നമ്മൾ കണ്ടുപിടിച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് ഈ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അൺസർട്ടൈനിറ്റി എന്ന് വരാൻ കാരണം സെർട്ടൈൻ അല്ല, അതായത് കറക്റ്റ് അല്ല, നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു മെഷർ ദി എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ സൈമൾട്ടേനിയസ്ലി. ഒരുമിച്ച് എക്സാക്ട് പൊസിഷനും എക്സാക്ട് മൊമെന്റവും ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ കറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ഇതിലൊരു ഇക്വേഷനും കൂടെ ഉണ്ട്, അതുകൂടെ പഠിച്ചു വെക്കണം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഈ ഡെൽറ്റ എക്സ് ആണ് അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ, അതായത് പൊസിഷനിലുള്ള ചെറിയ എറർ. ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ മൊമെന്റം ആണ്. കാരണം മൊമെന്റത്തെയാണ് നമ്മൾ എന്ത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്, പി വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ മൊമെന്റം ആണ്. അപ്പൊ പി എന്നുള്ളത് പൊസിഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. പി എന്ന് പറയുന്നത് എന്താണ്, അൺസർട്ടൈനിറ്റി ഇൻ മൊമെന്റം ആണ്. ഡെൽറ്റ എക്സ് ആണ് അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ, അതായത് പൊസിഷനിലുള്ള ചെറിയ എറർ, അതുപോലെ മൊമെന്റത്തിലുള്ള ചെറിയ എറർ. ഈക്വൽ ടു ഈക്വൽ അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. h എന്നുള്ള കോൺസ്റ്റന്റ് നിങ്ങൾ കാണുന്നതാണ്. h is the Planck's constant. അപ്പൊ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രേറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് ഇക്വേഷന്റെ രൂപത്തിൽ എഴുതിയാൽ മതി. അപ്പൊ ഓരോ ടൈമും എന്താണെന്ന് എഴുതാം. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്, അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ. അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ ആണ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ പി എന്ന് പറയുന്നത് അൺസർട്ടൈനിറ്റി ഇൻ മൊമെന്റം ആണ്. എച്ച് എന്ന് പറയുന്നത് എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്.
അതിന്റെ വാല്യൂ നേരത്തെയും പറഞ്ഞതാണ് 6.626 into 10⁻⁻34 ജൂൾ സെക്കൻഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്? അൺസർട്ടനിറ്റി ഇൻ പൊസിഷനിലുള്ള ചെറിയ എറർ. ഡെൽറ്റ പി എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ മൊമെന്റത്തിലുള്ള ചെറിയ എറർ ആണ്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഈ മൊമെന്റം കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഏതാണ്? എം ഇൻറ്റു വി, മാസ് ഇൻറ്റു വെലോസിറ്റി. ഒരു വസ്തു എത്ര കറങ്ങിയാലും അതിന്റെ മാസിന് കാര്യമായി ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. വരികയാണെങ്കിൽ തന്നെ ഇതിന് മാറ്റം വരുന്നുള്ളൂ, വെലോസിറ്റിയിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അപ്പൊ ഡെൽറ്റ പി എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ കൂടെ എഴുതാം? എം ഡെൽറ്റ വി എന്ന് എഴുതാം. അതായത് ഈ മൊമെന്റത്തിലുള്ള ചെറിയ എറർ എന്ത് കാരണമാണ് ഉണ്ടാവുന്നത്? വെലോസിറ്റി കാരണമാണ് ഉണ്ടാവുന്നത്, അതായത് മാസ് കാരണമല്ല. അതുകൊണ്ട് മാസിന്റെ മുമ്പിൽ നമ്മൾ ഡെൽറ്റ എന്നുള്ള സൈൻ കൊടുത്തിട്ടില്ല. ഏതിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ? വെലോസിറ്റിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ റീസൺ ഇതാണ്, ആ റിവോൾവ് ചെയ്യുന്ന ആ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ആ പാർട്ടിക്കിളിന്റെ മാസിൽ കാര്യമായി ചേഞ്ച് ഒന്നും വരില്ല. മാസിൽ കാര്യമായെന്നല്ല, മാസിൽ ചേഞ്ച് വരുന്നില്ല, വെലോസിറ്റിയിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പൊ ഡെൽറ്റ പി എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എന്തും കൊടുക്കാം? എം ഡെൽറ്റ വി എന്നും കൊടുക്കാം. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്നുള്ളതിന്റെ സ്ഥാനത്ത് എന്ത് വരും? എം ഡെൽറ്റ വി എന്ന് വരും. ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അങ്ങനെയും ഈ ഇക്വേഷനെ നമുക്ക് എഴുതാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡലിന് സാധിച്ചില്ല എന്ന് പറഞ്ഞു. ബോർ ആറ്റം മോഡൽ പ്രകാരം ഇലക്ട്രോൺസ് കാണുന്നത് ഓരോ സർക്കുലർ പാത്വേയിലാണ്. അതിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് വിളിച്ചത്. പക്ഷേ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒന്നും ഈ ബോർ ആറ്റം മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഓർബിറ്റ് എന്നുള്ള കൺസെപ്റ്റ് തെറ്റാണെന്നും ഓർബിറ്റൽ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കൺസെപ്റ്റ് വരികയും ചെയ്തു. ഓർബിറ്റൽ എന്ന് പറയുന്നത് അങ്ങനെ ഇലക്ട്രോൺസ് ഒരു സർക്കുലർ പാത്വേയിലൊന്നല്ല കറങ്ങുന്നത്. ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസിന് ചുറ്റും കാണാൻ സാധ്യത കൂടുതലുള്ള കുറച്ച് സ്പേസ്, കുറച്ച് റീജിയൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിനൊരു സർക്കുലർ പാത്വേ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ കൺസെപ്റ്റ് ആണ് ഓർബിറ്റൽ. ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിനെ കാണാൻ മാക്സിമം സാധ്യതയുള്ള, മാക്സിമം പ്രോബബിലിറ്റി ഉള്ള റീജിയൻ ആണ് ഈ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമുക്ക് ഓർബിറ്റൽ എന്ന് നോക്കാം. ഇനി ഓർബിറ്റൽ എന്നുള്ള ടേം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള ഡിഫറൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം ഓർബിറ്റൽ എന്നുള്ള കൺസെപ്റ്റ് നോക്കാം. ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിനെ കാണാൻ മാക്സിമം പ്രോബബിലിറ്റി ഉള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. It is the three-dimensional region around the nucleus. It is the three-dimensional region around the nucleus where probability to find electron is maximum. എന്തായിരിക്കുന്നത്? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഒരു 3D റീജിയൻ ആണ്. അവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. പ്രോബബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോണിനെ അവിടെ കാണാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഓർബിറ്റൽ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എങ്ങനെയായിരുന്നു പറഞ്ഞത്? ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ പാത്വേ ഉണ്ട്. ആ പാത്വേക്ക് പറയുന്ന പേരാണ് ഓർബിറ്റൽ. എന്നിട്ട് നമ്മൾ അതിനെ KLM N എന്നിങ്ങനെ ഓരോ പേര് കൊടുത്തു. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് പുതിയ കൺസെപ്റ്റ് ആയിട്ടുള്ള ഓർബിറ്റൽ വന്നത്. അപ്പൊ ഓർബിറ്റൽ എങ്ങനെയാണ് പറയുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിനെ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ച് റീജിയൻസ്, ആ റീജിയൻസിനെ പറയുന്ന പേരാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ ഓർബിറ്റ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ പറയുന്നത്? KLM എന്നാണ് പറയുന്നത്. ഓർബിറ്റിലുള്ള ഭാഗത്ത് SPDF എന്നിങ്ങനെയാണ് പറയുന്നത്. ഇതാണ് ഓർബിറ്റലിന് കൊടുക്കുന്ന നെയിം. SPDF എന്നിങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ഓർബിറ്റൽ എങ്ങനെയായിരുന്നു? KLM N അങ്ങനെയായിരുന്നു. ഇനി ഇതിൽ തന്നെ എസിന്റെയും പിന്റെയും ഷേപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എസ് ഓർബിറ്റലിന്റെയും പി ഓർബിറ്റലിന്റെയും ഷേപ്പ് എങ്ങനെയാണെന്നുള്ളതും കൂടി നമ്മൾ പറയുന്നുണ്ട്. എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ആണ്. എസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്ഫെറിക്കൽ ആണ്.
സ്ഫെറിക്കൽ ഷേപ്പാണ്. വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. അപ്പോൾ സ്ഫെറിക്കൽ ആണ് ഇത്. എസ് ഓർബിറ്റൽ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ആണ്. അതിനെ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്ത് വരയ്ക്കേണ്ടത് ഏതാണ്? പി ഓർബിറ്റൽ ആണ്. പി ഓർബിറ്റലിന്റെ ഷേപ്പ് ഡംബൽ ആണ്. ഡംബൽ ഷേപ്പാണ് പി ഓർബിറ്റലിന്. 3 പി ഓർബിറ്റൽസ് ഉണ്ട്. പി എക്സ്, പി വൈ, പിന്നെ പി സെറ്റ്. 3 പി ഓർബിറ്റൽസ് ആണുള്ളത്. പി എക്സ്, പി വൈ, പി സെറ്റ്. എല്ലാത്തിന്റെയും ഷേപ്പ് ഡംബൽ തന്നെയാണ്. ആക്സിസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നു മാത്രം. അപ്പൊ നമുക്ക് ആദ്യം പി എക്സ് വരയ്ക്കാം. ഈ കാണുന്നതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇതാണ് സെഡ് ആക്സിസ്. അടുത്തത് പി വൈ. പി വൈ ആവുമ്പോൾ ഏത് ആക്സിസിലായിരിക്കും? വൈ ആക്സിസിലായിരിക്കും. ഇതാണ് വൈ ആക്സിസ്, ഇത് എക്സ്, ഇത് സെഡ്. അടുത്തത് പി സെഡ് ആണ്. പി സെഡ് ആവുമ്പോൾ പേര് പോലെ തന്നെ സെഡ് ആക്സിസിലായിരിക്കും. ഈ കാണുന്നതാണ് സെഡ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ്. ഒന്നുകൂടെ പറയാം. അപ്പൊ നമ്മൾ ഓർബിറ്റൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിനെ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു റീജിയൻ ആണ് ഈ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓർബിറ്റലിന് പേര് കൊടുക്കുന്നത് എസ്, പി, ഡി, എഫ് എന്നിങ്ങനെയാണ്. അതിൽ എസിന്റെയും പിന്റെയും ഷേപ്പ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. എസിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ആണ്. അപ്പോൾ ഒരു ഷേപ്പ് മാത്രമേ വരയ്ക്കാനുള്ളൂ. എക്സ്, വൈ, സെഡ് 3 ആക്സിസുകൾ ഏതാണ് ഡിനോട്ട് ചെയ്യാം. ഇങ്ങനെ താഴെ കാണിച്ചിരിക്കുന്നത് ഏതാണ്? എക്സ് ആക്സിസ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വൈ ആക്സിസ്, ദെൻ സെഡ് ആക്സിസ്. പിന്നെ പറയുന്നത് പി ഓർബിറ്റൽ. പി ഓർബിറ്റലിന്റെ ഷേപ്പ് ഡംബൽ ആണ്. 3 പി ഓർബിറ്റൽസ് ആണ് ഉള്ളത്. പി എക്സ്, പി വൈ, പി സെഡ്. എല്ലാത്തിനെയും ഷേപ്പ് പറയുമ്പോൾ എന്താണ്? ഡംബൽ ആണ്. ആക്സിസ് വരയ്ക്കുമ്പോൾ മാത്രമേ വ്യത്യാസമുള്ളൂ. പി എക്സ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏത് ആക്സിസിലാണ്? എക്സ് ആക്സിസിലാണ്. അപ്പൊ എക്സ് ആക്സിസിൽ നമ്മൾ ഇത് വരച്ചു, ഡംബൽ വരച്ചു. വൈയും സെഡും റെപ്രസെന്റ് ചെയ്യണം. അത് രണ്ടും റെപ്രസെന്റ് ചെയ്തു. പി വൈ എന്ന് പറയുമ്പോൾ ഏത് ആക്സിസിലാണ് വരയ്ക്കേണ്ടത്? വൈ ആക്സിസിലാണ്. അതുകൊണ്ട് നമ്മൾ ഇതാ വരച്ചു. പിന്നെ എക്സും സെഡും അവിടെ ഡിനോട്ട് ചെയ്യണം. അടുത്തത് പി സെഡ്, സെഡ് ആക്സിസിൽ വരയ്ക്കാം. ഇതാണ് ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ. അപ്പൊ 2 കളിയായിട്ട് നമുക്ക് വരയ്ക്കാം. ഓർബിറ്റ്സ്, ഓർബിറ്റൽസ്. ഓർബിറ്റ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സർക്കുലാർ പാത്താണ്. അതിനെയാണ് നമ്മൾ കെ, എൽ, എം, എൻ എന്നിങ്ങനെ പേരിട്ട് പോയത്. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഒരു 3 ഡയമെൻഷണൽ റീജിയൻ ആണ്. അവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. ഓർബിറ്റുള്ള താഴെ എന്ത് എഴുതാം നമുക്ക്? ഓർബിറ്റ്സ് ആർ സർക്കുലാർ പാത്ത് around the nucleus. Circular path around the nucleus. Orbital എന്ന് പറയുന്നത് എന്താണ്? 3 dimensional region around the nucleus. ഇതിനെയാണ് നമ്മൾ കെ, എൽ, എം, എൻ എന്നൊക്കെ പേരിട്ടത്. അതുപോലെ ഓർബിറ്റൽസിനെയാണ് എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ പേരിട്ടത്. ഇനി ഓർബിറ്റ്സ്, ഏത് ഓർബിറ്റ് ആണെങ്കിലും കെ ആണെങ്കിലും എൽ ആണെങ്കിലും എം ഒക്കെ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെ വരച്ചത് സർക്കുലാർ ആണ്. അപ്പൊ എല്ലാ ഓർബിറ്റിന്റെയും ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സർക്കുലാർ ആണ്. പക്ഷെ ഓർബിറ്റൽസിൽ നമ്മൾ 2 ആകെ വരച്ച് പഠിച്ചുള്ളൂ, എസും പിയും. അത് തന്നെ ഡിഫറെന്റ് ആണ് അല്ലെ? എസിന് സ്പെറിക്കൽ സ്ട്രക്ചർ ആണ്, പിക്ക് ഡംബൽ സ്ട്രക്ചർ ആണ്. അപ്പൊ ഡിഫറെന്റ് ഓർബിറ്റൽസിന് ഡിഫറെന്റ് സ്ട്രക്ചർ ആണ്. അതാണ് രണ്ടാമത്തെ വ്യത്യാസം. All orbits are circular in shape. ഇവിടെ പറയുന്നത്
different orbitals possess different shape. Different orbital possess different shape. ഇനി orbit എന്ന് പറയുന്നത് it is a two-dimensional motion. Two-dimensional motion ആണ് ഓർബിറ്റിന്റെ കേസിൽ നമ്മൾ പറയുന്നത്. നമ്മൾ സർക്കുലർ എന്നൊക്കെ പറഞ്ഞത് എന്താണ്? 2-dimensional ആണ്. ഇവിടുത്തെ മോഷൻ എന്ന് പറയുന്നത് 3-dimensional ആണ്. ഇപ്പൊ 3 വ്യത്യാസങ്ങളായി. ഇനി നാലാമത്തെ പറയുന്നത് ഓർബിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒന്നും ഒബേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഓർബിറ്റൽ എന്ന പുതിയ കൺസെപ്റ്റ് വരാൻ തന്നെ കാരണം ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ നിന്നാണ്. അപ്പോൾ അതാണ് നാലാമത്തെ വ്യത്യാസം. ഓർബിറ്റ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല. ഓർബിറ്റൽസോ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. ഇറ്റ് ഡു നോട്ട് ഒബേ Heisenberg uncertainty principle. It obey Heisenberg uncertainty principle. നാല് വ്യത്യാസങ്ങളായി. ഈ നാലെണ്ണം ഓരോ പ്രാവശ്യം കൂടെ പറയാം. സർക്കുലാർ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ് ആണ് എന്ത്? ഓർബിറ്റ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സർക്കുലാർ പാത്വേക്ക് പറയുന്ന പേരാണ് ഓർബിറ്റ്. ഓർബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള 3-dimensional റീജിയൻ ആണ്. പിന്നെ ഓർബിറ്റ്സ് ഏതെടുത്തു കഴിഞ്ഞാലും കെയോ എല്ലോ എമ്മോ ഏതെടുത്തു കഴിഞ്ഞാലും സർക്കുലാർ ഷേപ്പ് ആണ്. പക്ഷെ ഡിഫറെന്റ് ഓർബിറ്റൽസിന് ഡിഫറെന്റ് ഷേപ്പ് ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. പിന്നെ പറയുന്നത് ഇതൊരു 2-dimensional മോഷൻ ആണ്, ഇത് 3-dimensional മോഷൻ ആണ്, 3D ആണ്. പിന്നെ ഹെയ്സൻബർഗിന്റെ പ്രിൻസിപ്പിൾ അനുസരിക്കാത്ത കൺസെപ്റ്റ് ആണ് ഇത് ഓർബിറ്റ്സ് എന്നുള്ള കൺസെപ്റ്റ്. ഓർബിറ്റൽ എന്ന കൺസെപ്റ്റ് വന്നത് തന്നെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഇതാണ് 4 ഡിഫറൻസ്. ഇനി 2 ഡിഫറൻസും കൂടെ നമുക്ക് ഇതിൽ ചേർക്കാനുണ്ട്. ഇനി 5ാമത്തെ ഡിഫറൻസ് ആണ് പറയുന്നത് ഓർബിറ്റിന് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. അതായത് ഇപ്പൊ സർക്കുലർ ഷേപ്പിലാണ് കറങ്ങുന്നത് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഏത് ഡയറക്ഷൻ ആണെന്നൊന്നും പറയുന്നില്ല. അതായത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ അങ്ങനെ ഡയറക്ഷൻ ഒന്നും പറയുന്നില്ല. ആകെ പറയുന്നത് എന്തു മാത്രമേ ഉള്ളൂ? സർക്കുലർ പാത്വേ ആണ് ഓർബിറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഓർബിറ്റൽസ് വരച്ച സമയത്ത്, അതായത് എസ് വരച്ചു, പി വരച്ചു, ആ സമയത്തൊക്കെ നമ്മൾ എല്ലാ ആക്സിസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് ആക്സിസ്, വൈ, സെഡ് 3 ആക്സിസും പറഞ്ഞിട്ടുണ്ട്. അതായത് ഓർബിറ്റൽ എന്ന കൺസെപ്റ്റിൽ എന്ത് പറയുന്നുണ്ട്? ഡയറക്ഷൻ പറയുന്നുണ്ട്. ഓർബിറ്റ് എന്ന കൺസെപ്റ്റിൽ ഡയറക്ഷൻ പറയുന്നില്ല. അതാണ് 5ാമത്തെ വ്യത്യാസം. ഇറ്റ് ഡു നോട്ട് ഹാവ് any directional properties. പക്ഷേ ഓർബിറ്റൽസ് എന്തുണ്ട്? ഇറ്റ് പോസസ് directional properties. അത് 5ാമത്തെ വ്യത്യാസം. ഇനി 6ാമത്തെ വ്യത്യാസം പറയുന്നത് ഓർബിറ്റിൽ കൊള്ളുന്ന ഓരോ ഓർബിറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പോൾ മാക്സിമം ഇലക്ട്രോണുകൾ കാണാൻ ഇതിലൊരു ഇക്വേഷൻ ഉണ്ട്. മാക്സിമം ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഈസ് 2n². അതായത് ഇവിടെ ഓരോ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിനെ കാണാനുള്ള ഇക്വേഷൻ ആണ് 2n². അപ്പൊ നമുക്കറിയാം ഏതൊക്കെ ഓർബിറ്റ്സ് ഉള്ളത്. കെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്. എക്സാമ്പിൾസ് ആയിട്ട് പറയാണ്.
അപ്പോൾ കെ എന്നുള്ള ഓർബിറ്റിന്റെ n വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. കെ ഓർബിറ്റിന്റെ n വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ 2n² എന്നുള്ളത് എന്ത് വരും? 2 ഇൻറ്റു n² എന്നുള്ളത് 1² എന്ന് വരും അല്ലെ? 1² എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1 ആണ്. അപ്പോൾ അവിടെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഇനി L ആണെന്നുണ്ടെങ്കിൽ n-ന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ? 2 ഇൻറ്റു n² എന്നുള്ള ഭാഗത്ത് എന്താ വരിക? 2a². 2a² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അപ്പം 4 ഇൻറ്റു 2 8 ഇലക്ട്രോണിനെ കൊള്ളും. ഇനി m ആണെന്നുണ്ടെങ്കിൽ n-ന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരിക? 2 ഇൻറ്റു n² എന്നുള്ള ഭാഗത്ത് 3² എന്ന് വരും. അതായത് 3² എത്രയാണ്? 9 ആണ്. 9 ഇൻറ്റു 2 18 ഇലക്ട്രോൺ. ഇതൊക്കെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു ഓർബിറ്റിൽ കൊള്ളുന്ന ഇലക്ട്രോണുകൾ, മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് 2n². n എന്ന് പറയുന്നത് ഏത് ഓർബിറ്റിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് മാറും. k ആണെങ്കിൽ 1 ആണ്, l ആണെങ്കിൽ 2, m ആണെങ്കിൽ 3. അപ്പൊ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ എത്ര കിട്ടി? കെയിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. l-ലാണെങ്കിൽ 8 ആണത്, m-ലാണെങ്കിൽ 18 ആണത്. അപ്പോൾ ഓരോ ഓർബിറ്റിലും ഓരോന്നാണ്. ഇനി ഇവിടെ ആണെങ്കിൽ ഏത് ഓർബിറ്റിൽ എടുക്കുകയാണെങ്കിലും ആൻസർ 2 ആണെന്നാണ് പറയുന്നത്. ഒരു ഇക്വേഷൻ ഒന്നും ഇല്ല. ദി മാക്സിമം ഇലക്ട്രോൺ in any orbital is 2. അവിടെ ഇക്വേഷൻ ഒന്നുമില്ല. ഏത് ഓർബിറ്റിൽ എടുക്കുകയാണെങ്കിലും അവിടെ കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഇവിടെയാണെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട് 2n². അപ്പോൾ 6 വ്യത്യാസങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അഞ്ചാമത്തെ എന്താ പറഞ്ഞത്? ഡയറക്ഷനെ കുറിച്ചിട്ടാണ്. ഓർബിറ്റ് എന്നുള്ളതിൽ ഒരു സർക്കുലാർ മോഷൻ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഡയറക്ഷൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഓർബിറ്റിൽ നമ്മൾ വരച്ച സമയത്ത് XYZ എല്ലാ ആക്സസുകളും വരച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡയറക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം, ഓർബിറ്റിലാണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് 2n². അത് ഏത് ഓർബിറ്റിലാണ് ഇരിക്കുന്നത്, അതായത് k ആണോ l ആണോ m ആണോ എന്നതിനനുസരിച്ചിട്ട് മാറുന്നുണ്ട്. 2, 8, 18 അങ്ങനെയാണ് അത് പോകുന്നത്. പക്ഷെ ഓർബിറ്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ 2 ആണ് ആൻസർ. അതായത് ഇക്വേഷൻ ഒന്നുമില്ല. മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അത് ഏത് ഓർബിറ്റിലായാലും 2 തന്നെയാണ്. ഇതാണ് വ്യത്യാസങ്ങൾ.